ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് തളി റോഡ് സമരം. കോഴിക്കോട് തളിക്ഷേത്രത്തിൻ്റെ റോഡിൽ അവർണർ പ്രവേശിക്കരുതെന്ന് 1917 സാമൂതിരി കൽപ്പന പുറപ്പെടുവിച്ചതിനെ തുടർന്നുണ്ടായ സമരമാണ് തളി റോഡ് സമരം. അക്കാലത്ത് റോഡ് മുനിസിപ്പാലിറ്റിയുടെ കീഴിലായിരുന്നു. അതിനാൽ സാമൂതിരിയുടെ കൽപ്പന മുനിസിപ്പൽ ചെയർമാനായിരുന്ന CV നാരായണ അയ്യർ നിഷേധിച്ചു. മലബാർ കളക്ടറായി പകരം വന്ന തോറൻ സാമൂതിരിയുടെ ആഗ്രഹമനുസരിച്ച് 1917 നവംബർ 1 തളി റോഡിൽ തീണ്ടൽ ബോർഡ് സ്ഥാപിച്ചു. അന്നുതന്നെ C. കൃഷ്ണൻ, മഞ്ചേരി രാമയ്യർ എന്നിവർ കുതിരവണ്ടിയിൽ റോഡിൽ പ്രവേശിക്കുകയും കൃഷ്ണൻ ബോർഡിൽ ടാർ അടിക്കുകയും ചെയ്തു. കൂടാതെ ബോർഡ് ഇളക്കി ക്ഷേത്രത്തിലേക്ക് എറിയുകയും ചെയ്തു. ഒരാഴ്ച കഴിഞ്ഞ് അതുവഴി ഘോഷയാത്ര നടത്തുകയും തളിയിലെ കുളത്തിൽ കുളിക്കുകയും ചെയ്തു. കോഴിക്കോട് തളി ക്ഷേത്ര വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി നടന്ന പ്രതിഷേധ സമരം തളി റോഡ് സമരം. അയിത്തത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി നടന്ന ജനകീയ പ്രക്ഷോഭം തളി റോഡ് സമരം. തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് C. കൃഷ്ണൻ. തളി റോഡ് സമരം നടന്ന വർഷം 1917. തളി റോഡ് സമരത്തിന് നേതൃത്വം നൽകിയത് C. കൃഷ്ണൻ, KP കേശവമേനോൻ, മഞ്ചേരി രാമയ്യൻ, K. മാധവൻ നായർ. നമ്മൾ നോക്കിയത് എന്താണ് തളി റോഡ് സമരം എന്നാണ്. തളി റോഡ് സമരം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് തളിക്ഷേത്രത്തിലെ വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടി നടന്ന പ്രതിഷേധ സമരമാണ് തളി റോഡ് സമരം. അടുത്തതായി നമ്മൾ നോക്കുന്നത് ചന്തലഹള. എന്താണ് ചന്തലഹള? തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ചന്തയിൽ അവർണ ജാതിക്കാർക്ക് പ്രവേശനം നിഷേധിച്ചതിനെതിരെയുള്ള സമരം അറിയപ്പെടുന്നത് ചന്തലഹള എന്നാണ്. നെടുമങ്ങാട് ചന്തയിൽ അധസ്ഥിതർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭമാണ് നെടുമങ്ങാട് ചന്ത പ്രക്ഷോഭം. ചന്തലഹളവുമായി PSC ചോദിക്കുന്ന ചോദ്യങ്ങൾ: ചന്തലഹള നടന്ന വർഷം 1912. നെടുമങ്ങാട് ചന്തലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തി അയ്യങ്കാളി. അയിത്ത ജാതിക്കാർക്ക് ചന്തയിൽ പ്രവേശനം നിഷേധിച്ചതിനെതിരെ നടന്ന ലഹള ചന്തലഹള. ഇത്രയും ക്വസ്റ്റ്യനാണ് PSC ആവർത്തിച്ച് ചന്തലഹളയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളത്. ചന്തലഹള എന്ന് പറഞ്ഞാൽ നെടുമങ്ങാട് ചന്തയിൽ താഴ്ന്ന ജാതിയിൽപ്പെട്ടവർക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അവർക്ക് ചന്തയിൽ പുറത്തു മാത്രമേ കച്ചവടം നടത്താൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഗുണ്ടകളുടെ അനധികൃത പിരിവും ഉണ്ടായിരുന്നു. ഇതിനെതിരെ അയ്യങ്കാളി നടത്തിയ സമരമാണ് നെടുമങ്ങാട് ചന്തലഹള. ഈ സമരത്തിൻ്റെ വിജയത്തിന് ശേഷം എല്ലാ ആളുകൾക്കും ചന്തയ്ക്കുള്ളിൽ തന്നെ കച്ചവടം നടത്താമെന്ന സ്ഥിതി വന്നു. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കിയത് എന്താണ് തളി റോഡ് സമരവും എന്താണ് ചന്തലഹളയും. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.